ഒരു ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണണമായിരുന്നു. തൊണ്ടയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് രോഗമൊന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ്. രോഗമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ല ഡോക്ടറെ തീരുമാനിക്കേണ്ടത്. വെരി കറക്റ്റ്. ഇത് പലർക്കും അറിയില്ല. സ്പെഷ്യലിസ്റ്റ് ആരെന്ന് പറഞ്ഞില്ല. ഡോക്ടർ നമ്പ്യാരെ കണ്ടാ മതി. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡോക്ടർ നമ്പ്യാരായിരിക്കും ബെസ്റ്റ് എന്ന്. ഈ നമ്പ്യാർ എന്ന പേരുണ്ടെങ്കിൽ തന്നെ ആള് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാർ, എം എൻ നമ്പ്യാർ. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. അയ്യോ, ഞാനല്ല പേഷ്യന്റ്, ഇവനാ. കുഞ്ഞിനാൾ ഒരു കരപ്പം വന്നതിന് ശേഷം എനിക്ക് പിന്നെ അസുഖങ്ങളെ വന്നിട്ടില്ല. എന്റെ ബോഡി. പേഷ്യന്റിന്റെ പേര് പറയൂ. ജോൺസൺ. ജോജോ ജോൺസണോ? അല്ല, വെറും ജോൺസൺ. ഇനീഷ്യൽ? ഓ, ഇനീഷ്യൽ? ഓ. ഇനീഷ്യൽ എന്താണെന്ന്? അതാ പറഞ്ഞത്. ഓ, ഔസേപ്പച്ചന്റെ ഓ. 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 വയസ്സെത്രേ? 21. ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. എത്ര? 300. വെറുതെ അല്ല ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് എന്റെ പേര് മാറ്റി പറഞ്ഞത്? എടാ മണ്ട, ഒരു സിനിമയിലെ പാടിയിട്ടുള്ളെങ്കിൽ നീ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പ്രശസ്ത പിന്നണി ഗായകനായ റാഫേലിന് തൊണ്ടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അത് നിന്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ പുതുതായിട്ട് വരുന്ന പിന്നണി ഗായകരെ എങ്ങനെ ഒതുക്കാവുന്ന നോക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് ആ ചികിത്സയൊന്നും മദ്രാസിൽ വേണ്ടാന്ന് വെച്ചത്. ഏതെങ്കിലും പത്രക്കാരോ സിനിമക്കാരോ അറിയുന്നതിന് മുമ്പ് ചികിത്സയും കഴിഞ്ഞ് നമുക്ക് സ്ഥലം വിടാം. അതുകൊണ്ട് ഇനി മുതൽ നീ റാഫേൽ അല്ല, ജോൺസനാ. മനസ്സിലായോ ജോൺസാ? ഓ, കറക്റ്റ്. ഓ ജോൺസൺ. ആ, എങ്ങനെയുണ്ട് സിസ്റ്റർ? എന്ത്? അല്ല, അകത്തെ പേഷ്യന്റ്. ഓ, അതാണോ? നമ്മൾ പേഷ്യന്റ് ആരാ? സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. സഹോദരങ്ങളെ പോലെയാ ഞങ്ങള്. ഞങ്ങള് അത്രയ്ക്ക് എന്താ പേര്? അടിപൊളി. തല്ലിപ്പൊളിയോ? അല്ലല്ല, അടിപൊളി. ഈ സെഞ്ചുറി ഗാനമേള ട്രൂപ്പില് മാപ്പിള പാട്ടുകളും തമിഴ് പാട്ടുകളും ഒക്കെ പാടുന്ന അടിപൊളി അയ്മുട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഞാനാണ്. ട്രൂപ്പിന്റെ ഓണറും കൂടിയാണ്. അത് ശരി. അതിന് ഞാനിപ്പോ എന്താ വേണം? അല്ല, റാഫ് ജോൺസൺ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. റാഫ് ജോൺസണോ? അല്ല, ഓ ജോൺസൺ. അകത്തെ ഓ, അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് വേണ്ടി വരും. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടിയും വരും. ഇതാണ് റൂം. ആ, ഐശ്വര്യമായിട്ട് കയറിങ്ങി കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വന്ന് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇതൊരു ഹോസ്പിറ്റലാണെന്നും നീ ഒരു രോഗിയാണെന്നും ഉള്ളതൊക്കെ അങ്ങ് മറന്നേക്ക്. എനിക്കെന്താ അസുഖം? കൊടച്ചക്രം. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു അസുഖമില്ല, ജസ്റ്റ് ചെക്കപ്പ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ നമ്മൾ റൂം എടുത്തിരിക്കുന്നു. ആ ഒരു മൂഡിൽ അനങ്ങാതെ അങ്ങ് കിടന്നാ മതി. വലിയ വിശേഷം ചോദിക്കാനും വർത്തമാനം പറയാനും നിൽക്കണ്ട. മനസ്സിലായോ? ഓർമ്മശക്തി ഉണ്ടാകാനും ശബ്ദം നന്നാകാനും ഒക്കെ ഓറഞ്ച് നല്ലതാണെന്നാണ് പറയുന്നത്. എന്നാരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ചൂടോടെ ഒരെണ്ണം കഴിച്ചു നോക്ക്. ഹലോ, ഹലോ എന്ന് വിളിക്കാൻ ടെലിഫോണിൽ സംസാരിക്കാം. സാർ, അത് സാർ എന്ന് വിളിക്കാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, ചേട്ടാന്ന് വിളിക്കാൻ ഞാൻ തന്നെ ബന്ധുവാണ്. ബ്ലഡി ഫൂൾ. അല്ല, എന്നൊക്കെ ഡോക്ടേഴ്സ് അറ്റൻഡേഴ്സിനെ വിളിക്കുന്ന കേൾക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കും. ഞാൻ എന്താ വിളിക്കേണ്ടത്? ഗോപാൽജി. ആ, ഗോപാൽജി. ഈ ECG എന്തിനാ എടുക്കുന്നത്? അസുഖം തൊണ്ടയ്ക്കല്ലേ? തൊണ്ടയും ഹൃദയവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഹൃദയം തകരാറിലായാൽ മൊത്തത്തിലെല്ലാം തകരാറിലാകാം. ECG, സ്കാനിങ്, എക്സ്റേ, കൾച്ചറിങ്, ബയോപ്സി. ഇനി ഏതെങ്കിലും മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് കൂടെ എഴുത്. പാവങ്ങൾ ഇങ്ങനെ കഴുത്തറക്കരുത് കേട്ടോ. പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയുണ്ട്. ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി സമ്പന്നന്മാർ പണിത 5 സ്റ്റാർ ഹോസ്പിറ്റൽ. മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇതുപോലെ നിരവധി ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അഹങ്കാരം ലേശം കുറയ്ക്കണം കേട്ടോ. പേഷ്യന്റ് അല്ല നോക്കത്തില്ല, തനിക്കും ടെസ്റ്റുകൾ എഴുതി തരും. മറ്റേ കല്ല് പൊട്ടിക്കുന്ന ടെസ്റ്റ് അറിയോ? ഹലോ, ഞാൻ അയ്മൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടിയും ഒന്നുമില്ല, അയ്മൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി അയ്മൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടച്ച് ടിക്കറ്റ് വിട്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടാ. റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടേ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈയും കാലും തല്ലി ഒടിക്കുള്ളൂ. ഹലോ,
പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല ഉറപ്പായി. ഹലോ കാശ് തന്നില്ലായിരുന്നല്ലേ? ഞാൻ വരുന്നു, വെള്ള പാന്റ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ആ, ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ദാ, ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. പിടിച്ചോളൂ. താങ്ക് യു. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതൂടെ കൊടുത്തേക്ക്. ചുമ്മാ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ, കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ തന്നെ സെർവന്റ് ആണോ? ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ. അല്ല, പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ. എന്താടോ? ഞാൻ ഇത് എന്ത്? കൊടുത്തേറ്റ് വേഷം കെട്ടരുത് കേട്ടോ. ഞാനിത് കൊടുത്തിട്ട് വരാം. എന്താ സ്വപ്നം കാണാണോ? ഓരോന്ന് ആലോചിച്ചങ്ങനെ. എന്നാ നമുക്ക് രണ്ടൂർ കൂടി ഇരുന്ന് കുറച്ചേരം ആലോചിക്കാം. എക്സ്ക്യൂസ് മീ പേഷ്യന്റ്, ആ വാക്മാൻ തിരികെ കൊടുക്കണം. ഇത് 106 തൊണ്ടയ്ക്ക് ട്യൂമറായി വന്ന പേഷ്യന്റേതായിരുന്നു. അയാൾ ഇപ്പതേ മരിച്ചു. ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് സാധനങ്ങൾ ബന്ധുക്കളെ ഏൽപ്പിക്കേണ്ട ചുമതല എനിക്കാ. നിന്നേ, തൊണ്ടയ്ക്ക് അസുഖം വന്ന് കിടക്കുന്ന ഒരു രോഗിയോടാണോ അതേ രോഗം വന്ന് മരിച്ച ഒരാളുടെ കാര്യം വന്ന് പറയുന്നത്? തൊണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ച പിന്നെ മണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ചെന്ന് പറയണോ? ഈ സാധനം തനിക്ക് തിരിച്ചു കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ കാരണം പറഞ്ഞാൽ പോരെ. ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു നോവലിസ്റ്റ് അല്ല. ഒരു അറ്റൻഡർ ചിലപ്പോൾ നോവലിസ്റ്റും കവിയൊക്കെ ആകേണ്ടി വരും. വേണ്ട, കാഥികനും കൂടെ ആവാം. മിസ്റ്റർ, ദിവസം 4 എണ്ണം മരിക്കുന്ന ആശുപത്രിയാണത്. ഇപ്പൊ തന്നെ 208 ഒരു തള്ള പാൻക്രാസ് വീങ്ങി ചാവാൻ കിടക്കാണ്. അവർ ചാവുമ്പോ ഞാൻ റൂമിൽ വന്ന് പ്രസവിച്ചു എന്ന് പറയാം. എന്താ പോരെ? എന്താ കുന്തമുങ്ങിയോടെ നോക്കുന്നത്? സത്യമായിട്ട് പറയുന്ന ഒരു അറ്റൻഡറാണ് ഞാൻ. അപ്പൊ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാലേ താൻ കല്യാണം കഴിക്കാൻ പോവല്ലേ? ആണെങ്കിൽ ആദ്യ രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു കൂവും. അയ്യേ, അത് മോശമല്ലേ? എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ളതല്ല ഗോപാൽജി. അങ്ങനെയും ചില സത്യങ്ങളുണ്ടോ? അതെന്ത് സത്യം? വണ്ടി തിരിച്ചിട്ടോ. സ്വാമി, നാളെ ചെങ്ങന്നൂർ ഒരു ഗാനമേള ഉണ്ട്. ഹാവു, അതാണോ? എല്ലാം മംഗളമായി വരും. അനുഗ്രഹിച്ചിരിക്കണോ? അനുഗ്രഹിച്ചാൽ മാത്രം പോരാ സ്വാമി, ഒന്ന് കടാക്ഷിക്കുകയും കൂടെ വേണം. കാര്യം എന്താ? ട്രൂപ്പിലെ പ്രധാന ഗായകൻ പ്രസാദ് മൈക്ക് സെറ്റുകാരൻ വാർണിയുടെ മോള് സെലീനയായിട്ട് ഒളിച്ചോടിപ്പോയി. ഫുൾ ട്രൂപ്പുമായിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ സംഘാടകർ എന്റെ എല്ലാവരും. കഷ്ടായി പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഒരു ദിവസത്തേക്ക് സ്വാമി വന്നൊന്ന് പാടിത്തരണം. വെട്ടിത്തം പറയുന്നു. ഞാൻ ഗാനമേളയ്ക്ക് പാട്. അല്ല, സിനിമയിൽ വന്നിട്ടുള്ള ക്ലാസിക്കൽ പാട്ടുകൾ ഏതെങ്കിലും മതി സ്വാമി. അങ്ങനെ ധാരാളം പാട്ടുകളുണ്ടല്ലോ. എന്തോ മകാനോബ കൃഷ്ണാനി നിന്നു കോരി വന്ന നഗുമോവോ നിർത്തോ. കുഴപ്പമില്ല, ഒരു ദിവസത്തേക്കല്ലേ സ്വാമി, ജനം ക്ഷമിച്ചോളൂ. ക്ഷമിക്കേ? അല്ല, പ്രസാദ് വരാത്ത ജനം ക്ഷമിച്ചിട്ട് സ്വാമിയുടെ പാട്ട് ആസ്വദിച്ചോളൂ എന്ന്. ഇങ്ങനെയുള്ള സദസ്സുകളൊന്നും ഞാൻ പാടാറില്ലെന്ന് തനിക്ക് അറിയില്ലേ? താൻ പൊക്കോളൂ. ശരി സ്വാമി, ഞാൻ പോവാം. നാളെ രാവിലത്തെ പത്രത്തില് എന്റെ ചരമവാർത്ത കണ്ടാൽ സ്വാമി ഞെട്ടരുത്. പറ്റുമെങ്കിൽ 1-2 ചെമ്പരത്തി പൂക്കൾ എന്റെ ഡെഡ് ബോഡി വെച്ചേക്കും. നിക്ക, തൽക്കാലം എന്റെ ശിഷ്യനെ വിട്ടുതരാം. എന്താ? വണ്ടി നിർത്ത്. അതാണ് ആള്. ശ്രീകൃഷ്ണ ഭഗവാന് ഗോക്കളെ മേയ്ക്കാനും പാട്ട് പാടാനും ഒക്കെ അറിയാമായിരുന്നു. ഇവനെ കണ്ടിട്ട് ചാണകം വരാനേ കൊള്ളാവുന്നാ തോന്നുന്നത്. പിന്നെ സ്വാമി പറഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ കോപ്പ് കൈ കാണും. ഇത് കുത്തുവോ? ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അടിപൊളി ആയിമൂട്ടി കേട്ട് കാണും. ധാരാളം കേട്ടിട്ടുണ്ട്. താങ്ക് യു. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? നെല്ലിക്കുന്ന് കൊലക്കേസിലെ 1-ാം പ്രതിയല്ലേ? അയ്യോ, അത് വേറെ. ഞാൻ സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണറാ. മാപ്പിള പാട്ടിന്റെ 25ഓളം കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ തമിഴ് ഹിന്ദി പാട്ടുകൾ പാടുന്ന ഞാനാ. എന്റെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ ഒരു അവസരം തന്നാൽ, പേരെന്താ പറഞ്ഞത്? റാഫേൽ. റാഫേലിന് ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പാട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ട്. തെറ്റുണ്ടെന്ന്. കാരണം ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഈ ഗാനമേളകളിലൂടെയാണ് ഗായകന്മാര് വളരുന്നതും ഉയരുന്നതും. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്തണമെന്ന് ആര് പറഞ്ഞു? ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ അടുത്തുള്ളവർക്ക് ലളിത സംഗീതം വളരെ എളുപ്പമായിരിക്കും. പ്ലീസ്, ഇനിയുള്ള കാര്യം പറയാലോ. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ എന്റെ ട്രൂപ്പിലെ മെയിൻ സിംഗർ മുങ്ങി. റാഫേൽ എന്നെ ഒന്ന് രക്ഷിക്കണം.
രാമസ്വാമി ഭാഗവതർ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്.